അപകടത്തിൽ മരിച്ച നിദ ഫാത്തിമയുടെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടേക്ക് നിദയെ കാണാൻ, നിദയുടെ ചേതനയേറ്റ ശരീരം കാണാൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. സങ്കടമിങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. ആ പിതാവിൻ്റെ സങ്കടം നമ്മൾ കണ്ടതാണ്. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന് ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്തു നിന്നും KT സ്വാലിഹ് കൂടി ചേരുന്നുണ്ട്. സ്വാലിഹ്, ഇന്നലെ 4 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. പ്രദേശത്ത് വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് തെന്നി മാറിയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ലോറി ഇടിച്ചു കയറിയത്. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന അടക്കം മന്ത്രിമാർ ഉറപ്പ് നൽകിയിരുന്നു. മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ? ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി, അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? മാത്രമല്ല, ഈ ഒരു അപകടം ഉണ്ടായതിൻ്റെ ഒരു ചിത്രം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് ഒന്ന് പങ്കുവച്ചാൽ. നന്ദു, ഞാൻ ഈ അപകടം നടന്ന കരിമ്പ പനയമ്പാടത്താണുള്ളത്. ദേശീയപാതയാണ്. നമുക്ക് ഈ സ്ഥലം നമുക്കൊന്ന് കാണാം. ഈ ഒരു വലിയ വളവാണ്. അതേസമയം റോഡിന് ചെറിയ ഒരു ചെരിവ് ഉണ്ട്. വലിയ വേഗതയിലാണ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നേരെ കോഴിക്കോട് ഭാഗത്തേക്കാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരം ഒരു അപകട മേഖല കൂടിയാണ് ഇത്. എതിരെ വന്ന ലോറിയിൽ തട്ടിയാണ് ഈ വാഹനം ഇവിടെ മറിഞ്ഞു വീഴുന്നത്. ഈ കുട്ടികൾ സ്കൂൾ വിട്ട് ഇവിടെ നിന്ന് ഈ പാലക്കാട് ഭാഗത്തേക്ക് നടന്ന് പോവുകയായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഈ ഭാഗത്തെത്തുമ്പോഴാണ് ഈ ഒരു അപകടം നടക്കുന്നത്. കുട്ടികൾ ഏതാണ്ട് ഇവിടെ എത്തുമ്പോഴാണ് ഈ ലോറി, പാലക്കാട് ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി മറ്റൊരു ലോറി, എതിരെ വന്ന ലോറിയിൽ തട്ടി ഇടിച്ച് ഈ കുട്ടികളുടെ ശരീരത്തിലേക്കൊക്കെ പാഞ്ഞു കയറുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന സിമൻറ്റിൻ്റെയൊക്കെ ചാക്കുകളാണ്, സിമൻറ്റ് കയറ്റി വന്ന ലോറിയായിരുന്നു അത്. ആ ചാക്കുകളുടെയൊക്കെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെ തന്നെ ഈ ലോറി എല്ലാം ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. 2 ലോറികളും ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. വലിയ സ്ഥിരമായി ഇവിടെ അപകടം നടക്കുന്ന ഒരു മേഖലയാണ് എന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഈ റോഡിലൊക്കെ ചെറിയ ഗ്രിപ്പൊക്കെ, നേരത്തെ ഒരു അപകടം നടന്നതിന് ശേഷം ഇത്തരത്തിൽ ഈ റോഡിലൊക്കെ ചെറിയ ഒരു ഗ്രിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. അത് പക്ഷേ തുടർന്നും ഈ മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ തുടർന്നും ഇത്തരത്തിൽ ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത് ഒരു പതിവ് സാഹചര്യമാണ് എന്നാണ് ആളുകൾ പറയുന്നത്. അതേ തുടർന്നാണ് വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ നാട്ടുകാർ പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ വലിയ പ്രതിഷേധത്തിന് ഈ നാട് സാക്ഷ്യം വഹിച്ചിരുന്നു. പിന്നീട് ഈ ആളുകളെയൊക്കെ ഇതിൽ അന്വേഷണം നടക്കും, ബദൽ സംവിധാനമുണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതേ തുടർന്നാണ് പ്രതിഷേധമൊക്കെ അവസാനിപ്പിക്കുന്നത്. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഒരു ഓട സ്ഥാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരെ ഒരു ചെരിവ് റോഡിനുണ്ട്. അപ്പോൾ ഈ മഴവെള്ളമെല്ലാം ഒരു സൈഡിലൂടെയാണ് ഒഴുക്കിക്കൊണ്ടു പോകുന്നത്. അത് തന്നെ നിർമ്മാണത്തിലെ ഒരു അപാകതയായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഡിവൈഡർ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്ന ഒരു നിർദ്ദേശം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ നാട്ടുകാർ മുന്നോട്ട് വച്ചിരുന്നു. വളരെ ഒരു വലിയ വളവായിട്ട് തന്നെ ഇത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും വലിയ വേഗതയിൽ, ദേശീയപാതയാണ്, വലിയ വേഗതയിലാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഈ വളവുള്ളത് കൊണ്ട് തന്നെ എതിരെ വാഹനങ്ങൾ വരുമ്പോൾ നേരെ വെട്ടി മാറാനുള്ള ഒരു ശ്രമം ഡ്രൈവർമാരൊക്കെ നടത്തുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു ഇന്നലെ തന്നെ. അതാണ് ഇത്തരത്തിൽ പതിവായി ഈ അപകടമുണ്ടാവുന്നതിനുള്ള ഒരു സാഹചര്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നന്ദു. KT സ്വാലിഹാണ് അപകട സ്ഥലത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.